Hadith from the Prophet Muhammad instructs, "Whomever among you sees a wrong, let him change it with his hand. If he is not able, then with his tongue. If he is not able, then with his heart." So many of you are living this teaching in your own communities every day, joining your faith and your principles with the American principles that are consistent, actions that take and make life better for your families, for your neighbors, through service, advocacy work, and preaching peace. എന്തുകൊണ്ടാണ് മോദിക്കും സംഘി കുഞ്ഞുങ്ങൾക്കും അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായ ജോ ബൈഡനെ അംഗീകരിക്കാൻ കഴിയാത്തത് എന്നതിനുള്ള ഉത്തരങ്ങൾ തന്റെ ശക്തമായ നിലപാടുകളിലൂടെയും വാക്കുകളിലൂടെയും ബൈഡൻ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോദി സർക്കാരിന്റെയും ട്രംപിന്റെയും മുസ്ലിം വേട്ടയ്ക്ക് എതിരാണ് ജോ ബൈഡൻ. ട്രംപുമായുള്ള പ്രസിഡന്റൽ സംവാദത്തിനിടെ ബൈഡൻ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ പ്രവാചക വചനങ്ങൾ ഉദ്ധരിക്കുന്ന ബൈഡന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയുള്ളത്. നിങ്ങൾ ഒരു തെറ്റ് കണ്ടാൽ ആദ്യം അതിനെ കൈകൊണ്ട് തിരുത്തുക, അതിന് കഴിഞ്ഞില്ല എങ്കിൽ നാവുകൊണ്ട് തിരുത്തുക, അതിനും കഴിയുന്നില്ല എങ്കിൽ ഹൃദയം കൊണ്ട് തിരുത്തുക എന്ന പ്രവാചക വചനങ്ങൾ ഉദ്ധരിക്കുന്ന ബൈഡന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഈ അധ്യാപനം അനുസരിച്ചാണ് നിങ്ങളിൽ പലരും ജീവിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം അമേരിക്കൻ മൂല്യങ്ങളിൽ സുസ്ഥിരമാണ്. നമ്മൾ എടുക്കുന്ന ജോലിയാണ് ജീവിതത്തെ മികച്ചതാക്കുന്നത്. നിങ്ങളുടെ കുടുംബം, അയൽവാസികൾ, സേവനം, സമാധാന ശ്രമങ്ങൾ, ഈ ശ്രമങ്ങളിൽ പിന്തുണ നൽകുന്ന, നിങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റിനെയാണ് നിങ്ങൾക്ക് ആവശ്യം. നിങ്ങളുടെ സമുദായത്തെ ബലിയാടാക്കുന്ന ഒരാളെയല്ല വേണ്ടത്. നമുക്ക് ഒന്നിച്ചു പ്രവർത്തിക്കാം എന്നാണ് ബൈഡൻ പറഞ്ഞത്. മുസ്ലിം വിഷയത്തിൽ ട്രംപിന്റെ നിലപാടുകളോട് കടുത്ത വിയോജിപ്പുള്ള നേതാവാണ് ബൈഡൻ. അധികാരത്തിലെത്തിയാൽ ട്രംപ് കൊണ്ടുവന്ന ഭരണഘടനാ വിരുദ്ധമായ മുസ്ലിം യാത്രാ നിരോധനം എടുത്തുകളയുമെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു. ഇറാൻ, സിറിയ, നൈജീരിയ തുടങ്ങിയ 6 രാഷ്ട്രങ്ങളിലെ പൗരന്മാർക്കാണ് ട്രംപ് യുഎസിലേക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപുമായുള്ള പ്രസിഡൻഷ്യൽ സംവാദത്തിനിടെ ബൈഡൻ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ പ്രതികരണം ഇന്റർനെറ്റിൽ വൈറലാകുകയും ചെയ്തിരുന്നു. യുഎസിൽ പോൾ ചെയ്യപ്പെട്ട മുസ്ലിം വോട്ടുകളിൽ 69% വോട്ടുകളും ബൈഡനാണ് എന്നാണ് എക്സിറ്റ് പോളുകൾ അഭിപ്രായപ്പെട്ടിരുന്നത്. മുസ്ലിം സമുദായത്തെ ഇല്ലായ്മ ചെയ്യാനായി കൊണ്ടുവന്ന കരിനിയമമായ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തി കൂടിയാണ് ജോ ബൈഡൻ. അതുകൊണ്ട് തന്നെ ബൈഡന്റെ നിലപാടുകളൊന്നും സംഘികൾക്ക് അനുകൂലമാകില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് ട്രംപിന്റെ വിജയത്തിനു വേണ്ടി പൂജയും മന്ത്രവുമായി മോദി ഭക്തർ ഇന്ത്യയിൽ പ്രയത്നിച്ചത്. അതിനെല്ലാം കൂടി നല്ല കനത്തിലുള്ള മറുപടി തന്നെയാണ് സംഘികൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും. ഇനിയുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ്, സോഫ്റ്റ് ഓൺ ഹാൻഡ്സ്.